ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? സുഖം തന്നെയല്ലേ? ഇന്നിപ്പോൾ ഉച്ച മുതൽ നൈറ്റ് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ആഡാക്കിയിട്ടുള്ളൊരു വ്ളോഗാന്നേ. ഇതൊരു സൺഡേയാ. അപ്പോൾ അന്ന് വൈകുന്നേരം ഒരു ഷോപ്പിങ്ങിനെല്ലാം പോയിട്ടുണ്ടായിനി. അപ്പോൾ അതും കൂടി ആഡാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് കണ്ടോക്കാം എന്തെല്ലാമെന്നുള്ളത്. ഇതിപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടാ. അപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ടായിനെ. അപ്പോൾ ഞാൻ വിചാരിച്ച ഒന്ന് പോയിട്ട് കുട്ടികളെ മുടി മുറിച്ച് കൊടുക്കാമെന്നേ. അടുത്ത് തന്നെയാണ് ബാസിക്കാരൻ്റെ ഷോപ്പിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരു സലൂണുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മുടിയെല്ലാം മുറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂന്നാളും കൂടി ഇറങ്ങിയതാ. ബാസിക്കും ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ടായിനി. അപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് അടുത്തേക്ക് പോകുന്ന കേട്ടോ. അടുത്ത് തന്നെ ആയതുകൊണ്ട് വന്നേ ഞാൻ. പിന്നെ നമുക്ക് അറിയുന്നതെല്ലാം തന്നെയാണ് എപ്പോഴും. എല്ലാം കൊണ്ട് പിന്നെ ഞാനും വന്ന് വെറുതെ ഇതാദ്യം എന്തെല്ലോ കളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുടി മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇതാ ഇതിൻ്റെയും കൂടി മുടി മുറിക്കുന്നുണ്ടേ. പിന്നെ ബാസിക്കാൻ്റെയും മുറിക്കണേനു. അപ്പം ഞായറാഴ്ചയും കൂടിയല്ലേ, അപ്പം മുടിയെല്ലാം മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുടിയെല്ലാം മുറിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് ഇതാ വീട്ടിലേക്ക് പോക്കാം കേട്ടോ. ഇവിടെ തന്നെയാണ് വീട്, ഇതാ കാണുന്നില്ല കേട്ടോ. വീട് അതിൻ്റെ ബാക്കിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ് പോയിട്ട്. ഞാൻ എനക്കാണെങ്കിൽ പോയിട്ട് മുടിയെല്ലാം മുറിക്കുക, കുഴപ്പമൊന്നുമില്ല. ആരും വേണമെന്നൊന്നുമില്ല, ഇവിടെ തന്നെയല്ലേ. അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോക്കാം. എവിടുന്നോ വന്നൊരു പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നിച്ചിട്ടെല്ലാം കളിക്കുന്ന കേട്ടോ. ഇപ്പോൾ കണ്ട ഭയങ്കര ഇഷ്ടമായിരിക്കേ. പിന്നെ ഇത് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ പിടിച്ച് കുറച്ച് ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് പിടിച്ചുകൊണ്ടെന്ന് ഞാൻ. പക്ഷേ ഇതാ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ അന്ന് തുറന്ന് നോക്കുന്നത് നീ തുറക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാന്നേ. എന്ത് വന്നാലും ഇപ്പം ഇങ്ങനെ തന്നെയാണ്. എന്ത് സാധനം വന്നാലും അവർക്ക് പൊട്ടിക്കണേ. കാണാണ്ട് മാറ്റി വെച്ചതിനും എങ്ങനെയോ കണ്ടുപോയ ഡ്രസ്സേനുവേ. നല്ല ഡ്രസ്സേനു കേട്ടോ. ഡെയിലി വെയർ ചെയ്യുന്നു. ഐതിക്ക് വേണ്ടിയിട്ട് മേടിച്ചേനു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെറ്റ് ഉണ്ട് ഡ്രസ്സ്. അതിന് 500 സംതിങ്, അങ്ങനെ 400 സംതിങ് അത്രയേ വരുന്നുള്ളൂ കേട്ടോ റേറ്റ്. ഭയങ്കര ചീപ്പിനും എന്നാൽ ഡ്രസ്സ് അടിപൊളിനും കേട്ടോ. ഇപ്പം ഇതേ വൈകുന്നേരമായ നമ്മൾ ഇറങ്ങി കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഒരു 6 മണിയെല്ലാം ആയിട്ടുണ്ടാവേ. കുറച്ച് കടന്ന് എണീച്ച് ചായയെല്ലാം കുടിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ മട്ടന്നൂരേക്കാന്ന് പോന്ന്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു 8 മണി ആ ഒരു ടൈമെല്ലാം ആകുമ്പോൾ തന്നെ ഷോപ്പെല്ലാം ക്ലോസ് ആക്കൂലേ. എല്ലാം കൊണ്ടാണ് ഒരു 6 മണിയെല്ലാം ആകുമ്പോൾ ഇറങ്ങിയ. അല്ലെങ്കിൽ നമ്മൾ അധികം പോവുക ഒരു 7 മണിയെല്ലാം കഴിയുമ്പോൾ ഇറങ്ങും. പിന്നെ അങ്ങനെ ഇപ്പോൾ ഇതാ പോകുന്ന കേട്ടോ. കുറച്ച് 2-3 സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഇതാ മട്ടന്നൂർ നമ്മളെ കഞ്ഞിവാലിൻ്റെ വീടിയല്ല അന്നേ ഒന്നിന് കഞ്ഞിവാലെന്ന് നട്ടാ നമ്മൾ പറയുക. KK നമ്പ്യാർ സ്റ്റോർ അങ്ങനെ എന്തോ ആണേ അതിൻ്റെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടുന്ന് ഇതാ ഒരു കിച്ചൻ്റെ ഒരു സ്റ്റാൻഡ് മേടിക്കണേനു. അതെല്ലാം മേടിച്ച് വീട്ടിലേക്കുള്ള A to Z സാധനങ്ങൾ ഇവിടുന്ന് കിട്ടുമേ. പെട്ടെന്ന് എല്ലാം കിട്ടും. എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഈ ഷോപ്പിൽ എല്ലാവരും വരിക. അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയെല്ലാം കിട്ടിയിട്ടുണ്ടേ. നമുക്ക് വേണ്ടിയെല്ലാം കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഇവർ 2 ടോയ്സും പൊക്കിയിട്ടുണ്ടായിരുന്നേ. അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. വേണ്ടെങ്കിലും എന്തെങ്കിലും എടുക്കും കേട്ടോ. ഒന്നും പറ്റാത്ത ഷോപ്പാണെങ്കിലും അവിടെ നിന്ന് അവരൊന്ന് തപ്പി നോക്കും എന്തെങ്കിലും കിട്ടുകയെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഷാദിയിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാ വന്നിട്ടുണ്ടായിരുന്നു. ആരും ഇല്ലേനുവേ. സൺഡേ ആയതുകൊണ്ടാന്ന് തോന്നേ. കസ്റ്റമേഴ്സ് എല്ലാം കുറവേനു. പിന്നെ രാത്രി അതിനേനു ക്ലോസ് ആക്കാനായിനേനു. പിന്നെ ഞാൻ പെട്ടെന്ന് എടുത്തെന്ന് വെച്ചാൽ കുറച്ച് സമയം പിടിച്ചിനെ. കാരണം ഏത് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാകുന്നില്ല. പിന്നെ ഇഷ്ടമായതൊന്നും എനിക്ക് സൈസും സെറ്റാകുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ട് അങ്ങനെ കുറേ അങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കി ലാസ്റ്റ് അങ്ങനെ ഒന്ന് കിട്ടിയെന്നല്ല ഒന്നെടുത്ത് അങ്ങനെ ഒപ്പിച്ച്. ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. അവിടെ ഒന്ന് പോണേനു മോനിക്ക്. പിന്നെ ആദിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. ഡ്രസ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രസ്സൊന്നുമല്ല, ഫങ്ഷനൊന്നും ഇടാനുള്ളതൊന്നുമല്ല കേട്ടോ. മദ്രസ എല്ലാം പോകുമ്പോഴത്തേക്ക് വേണേനു കുറച്ച് ഡ്രസ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു 3-4 ഡ്രസ്സ് എനിക്കെടുത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് തന്നെ ആവും. പിന്നെ ഇതാ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫുഡ് കഴിക്കാനെല്ലാം കയറി കുറേ ആയി കേട്ടോ വിചാരിക്കുന്നത്. തട്ടടയ്ക്കേറ്റ് ഫുഡ് കഴിക്കണമെന്ന് നടക്കലേ ഇല്ല. കുട്ടികൾ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ സ്പേസ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഇരിക്കാനൊന്നും. അപ്പോൾ എല്ലാം കൊണ്ട് കയറിയില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയാൽ തട്ടടയിലെ ഫുഡ് നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ കയറിയിട്ട് നോക്കുമ്പോൾ ഇതാ ഹോട്ടൽ പോലത്തെ ഒരു തട്ടട ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സ്പേസിലുള്ള പിന്നെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീട്ടിലേക്ക് തിരിച്ചേ നമ്മൾ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയെല്ലാം തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ടെല്ലാം കാണുന്നവരെ ഓക്കെ ബൈ. ഇതാണ് സാധനം ഇതിങ്ങനെ കടിക്കുമ്പോ പക്ഷെ ഞാൻ ഈ കടിക്കില്ല. ഇതിന്റെ ഫ്രണ്ടെല്ലാം നാളെ വരൂലേ.